शब्द. ओ की मात्रा की शब्द. Okay. Today we are going to study औ की मात्रा की शब्द. Okay. നമ്മൾ മാത്രം ചേർത്തുള്ള വാക്കുകളാണ് പഠിക്കുന്നത് അല്ലേ? ഫസ്റ്റ് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ആയ്ക്ക് മാത്രമേ ഉണ്ടോ? ഇല്ല അല്ലേ? നെക്സ്റ്റ് ആയ്ക്ക് എങ്ങനെയാണ് മാത്ര? ദീർഘമാണ് അല്ലേ? ആയുടെ മാത്ര എങ്ങനെയാണ്? आपको कोई मात्रा नहीं है. नेक्स्ट आमे इन्हें मात्रा ऐसे. ओके. नेक्स्ट ई യുടെ മാത്ര എങ്ങനെയാണ്? ഇടത് സൈഡിലെ വഴിയാണ് അല്ലേ? നെക്സ്റ്റ് ഈ നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഏത് മാത്രയാണ് പഠിക്കാൻ പോകുന്നത്? ഔ की മാത്രയാണ് അല്ലേ? ഏത് മാത്രയാണ് പഠിക്കുന്നത്? ഔ की മാത്ര. മനസ്സിലായോ? അപ്പോൾ ഔ की മാത്ര की ശബ്ദത്തില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡ്സും മീനിങ്സും പഠിച്ചു. അതിൻ്റെ കൂടെ ഒരു പാസേജ് ഉണ്ടായിരുന്നു, അത് വായിച്ചു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് എന്താണ്? ചിത്രോമേ രംഗ് ഭർ കർക്കെ ഉൻകെ നാം പൂരെ കരോ. എന്താണ്? ചിത്രോമേ രംഗ് ഭർ കർ. ആദ്യത്തെ പിക്ചർ ഏതാണ്? തോപ്പിയാണ് അല്ലേ? ഓയുടെ മാത്രം ചേർത്ത് എഴുതിയാൽ മതി. തോപ്പി എന്താണ്? തോപ്പി. തോപ്പി എന്താണ്? ക്യാപ്പാണ് അല്ലേ? ക്യാപ്പ്. തോപ്പി. ഓക്കെ. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓക്കലി. ഓക്കലി. നെക്സ്റ്റ് ബോതൽ. ബോതൽ. ബോതൽ എന്താണ്? ബോട്ടിലാണ് അല്ലേ? ബോതൽ. നെക്സ്റ്റ് ഗോപി. നെക്സ്റ്റ് കോട്ട്. खरगोश. खरगोश. ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏത് ചിഹ്നങ്ങളാണ്? ഓക്കി മാത്രാക്കി ചിഹ്നം. ഓക്കി മാത്രാക്കി ചിഹ്നം. കോപ്പി, ഓഖലി, ബോതൽ, ഗോപി, കോട്ട്, खरगोश. खरगोश. ഓക്കെ. ഇതെല്ലാം ഓയുടെ മാത്രം എവിടെയാണ്? കഴിഞ്ഞിട്ട് ഓയുടെ മാത്രം. കോപ്പി, ഓഖലി, ഓ
ഗോപി. നെക്സ്റ്റ് കോട്ടാണ്. ലാസ്റ്റ് പിക്ചർ എന്താണ്? ഖർഗോഷ്, റാബിറ്റ്. ഗായുടെ കൂടെ ഓയുടെ മാത്രയും കൂടി ചേർത്ത് എഴുതിയാൽ മതി. അപ്പൊ ടുഡേ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ഔക്കി മാത്രാക്കി ശബ്ദാണ്. ഏത് മാത്രയുള്ള വാക്കാണ്? ഔ. ഔ. All of you take the text. Listen. First word aura. First word aura means woman. Woman. Okay. ഒരു അമ്മയുടെ അല്ലെങ്കിൽ ലേഡിയുടെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ്? എന്താണ്? വുമൺ, ഒരു സ്ത്രീ അല്ലേ? നെക്സ്റ്റ് വേർഡ് ഔസാർ. ഔസാർ എന്ന് വെച്ചാൽ വെപ്പൺസ് ആണ്, പണിസാധനങ്ങളാണ് അല്ലേ? ഔഷധി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിസിൻ ആണ്. എന്താണ്? മെഡിസിൻ. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് നോക്കിയോ? പിക്ചർ എന്തിൻ്റെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് ഔര, സെക്കൻഡ് ഔസാർ, തേർഡ് ഔഷധി. തേർഡ് ഔഷധി. ഓക്കെ. ഫസ്റ്റ് ഔര, ഔര, ഔര. നെക്സ്റ്റ് ഔസാർ, ഔസാർ. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഔഷധി, ഔഷധി. ഓക്കെ. ഔര, ഔസാർ, ഔഷധി. ഔര, ഔസാർ, ഔഷധി. ഔര, ഔസാർ, ഔഷധി. ഔരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് എന്താണ്? വുമൺ ആണല്ലേ? ഔരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ. ഔരത്ത് എന്ന് വെച്ചാൽ ഒരു ലേഡിയോട് അല്ലേ? വുമൺ. വുമൺ. WOMAN. ഔസാർ. ഔസാർ വെപ്പൺസ് ആണ്. WEAPONES weapons. ഔഷധി മെഡിസിൻ. മെഡിസിൻ. ഓക്കെ. ഔരത്, ഔരത് വുമൺ. ഔസാർ വെപ്പൺസ്. ഔഷധി മെഡിസിൻ ആണ്. മെഡിസിൻസ്. ഓക്കെ. എസ് ഇതിന് കുഴപ്പമില്ല. ഔഷധി മെഡിസിൻ. ഓക്കെ. ഔരത് വുമൺ, ഔസാർ വെപ്പൺസ്, ഔഷധി മെഡിസിൻ. ഓക്കെ. ഔരത് വുമൺ, ഔസാർ വെപ്പൺസ്, ഔഷധി. ഇതിലെല്ലാം എന്താണ്? ഔ ചേർത്തുള്ള വാക്കുകളാണ്. ഔസേ ഹോത്തെ ഹേ ഔരത്, ഔസാർ, ഔഷധി. ഓക്കെ. നെക്സ്റ്റ് കുറച്ച് ന്യൂ വേർഡ്സ് ആണ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന വേർഡ് ഔരത്ത് തന്നെയാണ്. ഔരത്, ഔരത്, ഔഷധി, ഔസാർ, ഔസാർ, ഔലാദ്, औलाद, और, औषधि,
ഓക്കെ, എല്ലാവരും ടെക്സ്റ്റിൽ നോക്കി മാഡത്തിനൊപ്പം അത് വാക്കുകൾ പറഞ്ഞ് പഠിക്കണം കേട്ടോ. ഔരത്, ഔസാർ, ഔലാദ്, ഔർ, ഔഷധി. ഔരത്, ഔസാർ, ഔലാദ്, ഔർ, ഔഷധി. ഓക്കെ, ഔസേ होते हैं ഏതൊക്കെ വേർഡ്സ് ആണ്? ഔരത്, ഔസാർ, ഔലാദ്, ഔർ, ഔഷധി. ഔരത്, ഔസാർ, ഔലാദ്, ഔർ, औषधि. ओके, अभ्यास നോക്കിയേ. औ का साथी ढूंढकर उससे मिलाओ. औ ഔവിന്റെ കൂടെ ഔ എന്നുള്ള വാക്ക് ലെറ്റർ ചേർത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉസ്സേ മിലാവോ, ഔ. ഇതിനകത്ത് ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്? ഓയുണ്ട്, ആയുണ്ട്, ഔ, ഈ, ഔ, ഉ, ഈ, ഇർ. ഔവിന്റെ കൂടെ ഏതൊക്കെയാ ഉള്ളത്? 2 ഔ എഴുതിയിട്ടുണ്ട് അല്ലേ? അത് ചേർത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഔവിന്റെ കൂടെ സാമ്യമുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത്? ഓ, ആ, ഓ, ആ. മനസ്സിലായോ? നെക്സ്റ്റ് ഔക്കി മാത്രാക്കി ശബ്ദ എന്താണ്? പൗദ. എന്താണ്? പൗദ. പൗദ, നൗക, നൗ, ഖിലൗന. പൗദ, നൗക, നൗ, ഖിലൗന. പൗദ. നെക്സ്റ്റ് ഔക്കി മാത്രാക്കി ശബ്ദാണ്. പൗദ, നൗക, നൗ, ഖിലൗന. ഏതൊക്കെ വേർഡ്സ് ആണ്? ദ ഫസ്റ്റ് വേർഡ് പൗദ. പൗദ, നൗക, നൗ, ഖിലൗന. മാത്ര എങ്ങനെയാണ്? ഔക്കി മാത്ര എങ്ങനെയാണ്? ऐसे है, ऐसे है ഔക്കി മാത്ര. ഓക്കെ, മാത്ര ചേർത്ത് വരുന്ന വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വേർഡ് പൗദ, നൗക, നൗ, ഖിലൗന. മനസ്സിലായോ? പൗദ, നൗക, നൗ, ഖിലൗന. പൗദ. പൗദ എന്ന് പറയുമ്പോൾ പൗദ എന്താണ്? ലിറ്റിൽ പ്ലാന്റ് ആണ് അല്ലെ? ചെറിയ ചെടിയാണ് പൗദ, പ്ലാന്റ്. പ്ലാന്റ് ആണ് പൗദ. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? നൗക. നൗക, നൗക. നൗക എന്ന് പറഞ്ഞാൽ ബോട്ട്. BOAT, ബോട്ട്. നെക്സ്റ്റ് നൗ. അതറിയാം അല്ലേ? നൗ എന്താണ്? നൗ എന്താണ്? നയൻ. NINE, നയൻ. നെക്സ്റ്റ് ഖിലൗന. ടോയ്, കളിപ്പാട്ടമാണ് അല്ലേ? ഖിലൗന. ഖിലൗന, കളിപ്പാട്ടം. ടോയ്. ഓക്കെ, ഫസ്റ്റ് പൗദ, പ്ലാന്റ്, നൗക, ബോട്ട്, നൗ, നയൻ, ഖിലൗന, ടോയ്. ഒരു കളിപ്പാട്ടത്തിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പൗദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ ചെടിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. പൗദ, ലിറ്റിൽ പ്ലാന്റ്. നൗക, ബോട്ട്, BOAT, ബോട്ട്. നൗ, നയൻ, NINE, നയൻ. ഖിലൗന, ഒരു കളിപ്പാട്ടമാണ്. ഖിലൗന, കളിപ്പാട്ടം, ടോയ്. ഓക്കെ, ഇവിടെ കുറച്ച് ഔവിൻ്റെ മാത്രം വരുന്ന വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. സൗ, ബൗന, ചൗദ, ചൗക്കീദാർ, മൗസി, നൗക്കർ, മൗസം, കോൻ. സൗ, 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 ബൗന,
ബൗന ചൗദ चौद चौद चौकीदार चौकीदार मौसी ओके इത്രയും നോക്കാം സൗ ബൗന ചൗദ ചൗക്കീദാർ മൗസി എങ്ങനെയാണ് സൗ എന്നത് എങ്ങനെയാണ് സൗ എന്നത് ഓക്കേ സ പ്ലസ് ഔ സ പ്ലസ് ഔ ആണ് എന്ത് എന്തായി മാറുന്നത് സൗ ആയി മാറുന്നത് അല്ലേ ഓക്കേ നെക്സ്റ്റ് വേർഡ് എന്താണ് പഠിച്ചിരിക്കുന്നത് ബൗന നെക്സ്റ്റ് വേർഡ് ബൗന ബൗ എങ്ങനെയാണ് എഴുതുന്നത് ബൗ ബൗ ബ പ്ലസ് ഔ ഓക്കേ ബ പ്ലസ് ഔ ആണ് ബൗ നെക്സ്റ്റ് ചൗദഹ നെക്സ്റ്റ് വേർഡ് ചൗദഹ ചൗ ച പ്ലസ് ഔ എന്തായി മാറും ചൗ ആയി മാറും അല്ലേ ഓക്കേ നെക്സ്റ്റ് ചൗക്കീദാർ അതിൽ നമ്മുടെ ചൗ ആണ് ച പ്ലസ് ഔ ചൗ നെക്സ്റ്റ് മൗസി മൗ മാ പ്ലസ് ഔ എന്തായി മാറും മൗ ഓക്കേ അപ്പോൾ സൗ സ പ്ലസ് ഔ സൗ നെക്സ്റ്റ് വേർഡ് ബൗന ബ പ്ലസ് ഔ ബൗ നെക്സ്റ്റ് വേർഡ് ചൗദ ച പ്ലസ് ഔ ചൗ നെക്സ്റ്റ് വേർഡ് എന്താണ് ചൗക്കീദാർ ചൗക്കീദാർ ചൗ എങ്ങനെയാണ് എഴുതുന്നത് ച പ്ലസ് ഔ ആണ് ചൗ ചൗക്കീദാർ മ പ്ലസ് ഔ ആണ് മൗ മൗസി ഓക്കേ മനസ്സിലായോ നെക്സ്റ്റ് വേർഡ് എന്താണ് നോക്കിയേ നൗകർ 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 മൗസം മൗസം കോൾ എങ്ങനെ എഴുതുന്നേ നൗകർ ന പ്ലസ് ഔ എന്തായി മാറും നൗ ആയി മാറും അല്ലേ നൗകർ നൗ നെക്സ്റ്റ് മാ പ്ലസ് ഔ മൗ നെക്സ്റ്റ് കോൾ കാ പ്ലസ് ഔ എന്തായി മാറും കോൺ പ്രൊനൗൺസ് വരും കൗ കൗ ഓക്കേ നെക്സ്റ്റ് പ്ലസ് ഔ സൗ നെക്സ്റ്റ് വേർഡ് ബൗന നമ്മൾ എങ്ങനെയാണ് മുകളിൽ എഴുതിയിരുന്നത് ബൗന ബ പ്ലസ് ഔ ബൗ ബൗന ചൗദഹ ച പ്ലസ് ഔ ചൗ ചൗദ ചൗക്കീദാർ നെക്സ്റ്റ് വേർഡ് ചൗക്കീദാർ ച പ്ലസ് ഔ ചൗ മൗസി മാ പ്ലസ് ഔ മൗ മൗസി നൗകർ ന പ്ലസ് ഔ നൗ മൗസം മാ പ്ലസ് ഔ മൗസം മോ മൗ മൗസം നമ്മൾ വായിച്ചാൽ മൗ മൗ ആണ് ഔവിൻ്റെ മാത്രമാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ കോൻ നമ്മൾ വായിക്കും കോൻ അല്ലേ രണ്ട് മാത്രമേ ഉണ്ട് എന്താണ് കോൺ പ്രൊനൗൺസ് വന്നാലും കാ പ്ലസ് ഔ
സൗ ആണ് കോൻ. നെക്സ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ചിത്ര को सही शब्द से मिलाओ. चित्र को सही शब्द से मिलाओ. കൗവ ഫസ്റ്റ് വേർഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്? കൗവ. നെക്സ്റ്റ് വേർഡ് സൗ, നൗകർ, തൗലിയ. കൗവ, 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 സൗ, നൗകർ, തൗലിയ. തൗലിയ. ഓക്കെ. കൗവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാക്കയാണ് അല്ലേ? ക്രോയാണ്. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ചിത്രക്കോ സഹി ശബ്ദ സേ മിലാവോ എന്നാണ് പറയുന്നത്. അപ്പൊ കൗവ എങ്ങനെ മാച്ച് ചെയ്യുന്നത്? ഏറ്റവും ഈ സൈഡിൽ ലാസ്റ്റ് പിക്ചറാണ് കൗവ. അങ്ങോട്ട് തന്നെ മാച്ച് ചെയ്യണം അല്ലേ? നെക്സ്റ്റ് എന്താണ് കൊടുത്തത്? സൗ. ഒരു 100 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? 100ന് പറയുന്ന പേരെന്താണ്? സൗ ആണ് അല്ലേ? അപ്പൊ സൗവിൽ നിന്ന് 100ലേക്ക് മാച്ച് ചെയ്യണം. നെക്സ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? നൗകർ. നൗകർ എന്ന് വെച്ചാൽ ജോലിക്കാരനാണ് അല്ലേ? ആ ജോലിക്കാരനെ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? അങ്ങ് ഫസ്റ്റ് പിക്ചറിൽ ഒരു ജോലിക്കാരൻ്റെ പിക്ചറുണ്ട്, അതിലേക്ക് മാച്ച് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് തൗലിയ. തൗലിയ എന്ന് വെച്ചാൽ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ ഷോള് കൈ കൊടുക്കാൻ വേണ്ടി ഇടും അല്ലേ? ആ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് മാച്ച് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ധ്യാൻ സേ സുനോ. നോക്കിയേ. സൗരവ്, रौनक और गौरव अपने मौसी के घर गए. എവിടെ പോയി? മൗസിയുടെ വീട്ടിൽ പോയി അല്ലേ? സൗരവ്, रौनक और गौरव अपने मौसी के घर गए. ये सब औ की मात्रा के शब्द में है अല്ലേ? सौ, रौ, औ, ഓക്കെ, ഗൗ, മൗ എല്ലാത്തിലും എന്തുണ്ട്? ഔ की मात्रा ഉണ്ടല്ലേ? ബാരിഷ് കാ മൗസം ഥാ, അതിലുമുണ്ട് മൗസം, ക്ലൈമറ്റ്, മൗ. ബച്ചം കെ സാത്ത് ഉൻകാ നൗകർ ഭി ഗയാ. മൗസി കാ അതിലുമുണ്ട് അല്ലേ? നൗ. മൗസി കാ ഘർ ബഹുത് സുന്ദർ ഥാ. സാമനെ പാർക്ക് में हरे हरे पौधे थे. पौधे. बच्चों ने बारिश के पानी में कागज की नौका बनाकर तैराई. उन्हें बहुत मजा आया. जब वे लौटने लगे तो मौसी ने बच्चे को ढेर सारे खिलौने दिए. നോക്കിയേ. സൗരവ്, രൗനക് और ഗൗരവ് എല്ലാം എന്താണ്? ഔവിന്റെ മാത്രം ചേർത്തുള്ള വാക്കുകളാണ്. മാഡം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അതിനകത്ത് ഔക്കി മാത്രം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണുള്ളതെന്ന്. സൗരവ്, രൗനക്, ഔർ, ഗൗരവ്. നെക്സ്റ്റ് മൗസി, മോസം. പിന്നെന്താണ് നെക്സ്റ്റ് ലൈനിൽ? നൗക്കറുണ്ട്, മൗസി ഉണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് घर बहुत सुंदर था. सामने पार्क में हरे हरे पौधे थे. അടുത്ത വാക്ക് കണ്ടോ? പൗധേ. പൗധേ. എത്ര വാക്കുകളാണുള്ളത് നോക്കിയേ. സൗരവ്, സൗരവ്, രൗനക്, രൗനക്, ഗൗരവ്, ഗൗരവ്, മൗസി,
കൊടുത്തിരിക്കുന്ന ലൗട്ട്നെ. ലൗട്ട്നെ ലൗട്ട്നെ മീൻസ് മടങ്ങി വരുന്നതിനാ പറഞ്ഞിരുന്നത്. ലൗട്ട്നെ खिलौने. खिलौने. ओके नोकिए कोड लगा. सौरभ सौ सौरभ रौनक गौरव गौर गौरव मौसी मौ मौसी. ओके പിന്നെ मौसम नौकर नौ नौकर नौका तै तैराई लौ लौटने खिलौने लौ खिलौने എല്ലാം ഔക്കി മാത്രാക്കി ശബ്ദാണ്. നെക്സ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. अब तुम बताओ दिए गए गद्यांश में व्यंजन के नाम बताओ. ओके സൗരവ് രൗനവ് ഔർ ഗൗരവ് 3 കുട്ടികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അവരെവിടെയാണ് പോയത്? അപ്പനെ മൗസിക്കെ ഗർഗയെ അവരുടെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് പോയത് അല്ലേ. ചെറിയമ്മയുടെ വീട്ടിലാണ് പോയത്. ബാരിഷ് കാ മൗസം ഥാ മഴയുടെ സമയമായിരുന്നു അല്ലേ. ബച്ചം കെ സാത്ത് ഉൻകാ നൗകർ ഭി ഗയ കുട്ടികളുടെ കൂടെ ആരും പോയി? അവരുടെ വീട്ടിലെ ജോലിക്കാരനും കൂടി പോയി. മൗസി കാ ഘർ ബഹുത് സുന്ദർ ഥാ മൗസിയുടെ വീട് വളരെ മനോഹരമായിരുന്നു. മൗസി കാ ഘർ ബഹുത് സുന്ദർ ഥാ സാമനെ പാർക്ക് മേ ഹരേ ഹരേ പൗധേ ഥേ. സാമനെ മീൻസ് അടുത്ത് എന്തുണ്ടായിരുന്നു? ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ഒത്തിരി പച്ചയാർന്ന ചെടികളുണ്ടായിരുന്നു. ബച്ചാനെ ബാരിഷ് കെ പാനി മേ കാഗസ് കി നൗക ബനാക്കർ തൈരായി. കുട്ടികൾ എന്ത് ചെയ്തു? ചെറിയ ബോട്ട് പേപ്പറിന്റെ കാഗസ് നമ്മളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെയ്തില്ലേ അങ്ങനെ? മഴവെള്ളത്തിൽ ബോട്ടുകളൊക്കെ ഉണ്ടാക്കി വിടും അല്ലേ. അതുപോലെ ഒരു 3 പേരും കൂടി എന്ത് ചെയ്തു? മഴവെള്ളത്തില് ബോട്ടുകൾ ഉണ്ടാക്കി വിട്ടു. ഉന്നെ ബഹുത്ത് മസായ അവർക്ക് വളരെ സന്തോഷമായി. जब वे लौटने लगे तो मौसी ने बच्चों को ढेर सारे खिलौने दिए. അവർക്ക് വളരെ സന്തോഷമായി. അവർ മടങ്ങിപ്പോയപ്പോൾ ചെറിയമ്മ എന്ത് നൽകി? ഒത്തിരി കുറേ ഖിലൗനെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു അല്ലേ മടങ്ങിപ്പോയപ്പോഴും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ദിയേ ഗേ ഗദ്യാംശമേ ബച്ചോം കെ നാം ബതാവോ. എന്തൊക്കെ പേരുകളാണുള്ളത്? സൗരവ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. എന്തൊക്കെയാ? സൗരവ് രൗനക് ഗൗരവ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ वे सब किसके घर गए? वे सब ആരുടെ വീട്ടിലാണ് പോയത്? उसकी मौसी के घर में. उसकी मौसी के घर में ചെറിയമ്മയുടെ വീട്ടിലാണ് പോയത് അല്ലേ. മൗസി മൗസി എന്ന് പറഞ്ഞാല് ചെറിയമ്മ. ചെറിയമ്മയുടെ വീട്ടിലാണ് പോയത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? वे सब मौसी के घर में गए. ओके उनके साथ और कौन गए? അവരുടെ കൂടെ ആരാണ് പോയത്? उनके साथ और कौन गया? कौन गया? उसकी नौकर. उसकी नौकर അല്ലേ. അവരുടെ വീട്ടിലെ ജോലിക്കാരനും പോയി അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? നൗകർ नौकर. ओके नेक्स्ट पार्क में उन्होंने क्या देखा? पार्किल എന്താണ് അവർ കണ്ടത്? हरे हरे पौधे थे. हरे हरे पौधे देखा अല്ലേ. पौधे പൗധേ എന്താണ് കണ്ടത്? ചെടികളാണ് അല്ലേ. എങ്ങനെയുള്ള ചെടികളാണ് കണ്ടത്? ഹരേ ഹരേ വളരെ
പച്ചപ്പുള്ള ചെടികളെയാണ് കണ്ടത് അല്ലേ. ഹരേ ഹരേ പൗധേ ദേഖ. ബാരിഷ് കെ പാനി മേ ഉन्होंने क्या തൈരായ. ബാരിഷ് മഴവെള്ളത്തിൽ അവര് എന്താണ് ഇട്ടത്? നൗക, ബോട്ടല്ലേ ഉണ്ടാക്കി ഇട്ടത്. നൗക. ഓക്കെ, നൗക. लौटने समय मौसी ने उन्हें क्या दिया. മടങ്ങി വന്നപ്പോഴും എന്താണ് കൊടുത്തത് മൗസി? സാരേ ഖിലൗനെ. ढेर सारे खिलौने. കളിപ്പാട്ടങ്ങളാണ് അല്ലേ. ഖിലൗനെ ഇല്ല, ഔക്കി മാത്രയാണ് അല്ലേ. ഫസ്റ്റ് നോക്കിയപ്പോ दिए गए गद्यांश में बच्चों के नाम बताओ. दिए गए गद्यांश में बच्चों के नाम बताओ. സൗരവ്, രൗനക്, ഗൗരവ്. എന്താണ്? സൗരവ്, രൗനക്, ഗൗരവ്. ഓക്കെ, നെക്സ്റ്റ് വേ സബ് കിസ്കെ ഘർ ഗയേ. അവരെല്ലാവരും കൂടി ആരുടെ വീട്ടിലാണ് പോയത്? മൗസി കെ ഘർ ഗയേ. മൗസിയുടെ വീട്ടിലാണ് പോയത്. വേ സബ് മൗസി കെ ഘർ ഗയേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? उनके साथ और कौन गया. उनके साथ नौकर गया अल्ले. उनके साथ उसके नौकर भी गए अल्ले. അവരുടെ ജോലിക്കാരനും ഒപ്പം പോയി. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പാർക്ക് മേ ഉन्होंने क्या देखा. പാർക്ക് മേ ഉन्होंने എന്താണ് ഇത് കണ്ടത്? ഹരേ ഹരേ പൗധേ देखा. बारिश के पानी में उन्होंने क्या तैराया. बारिश के पानी में उन्होंने എന്താണ് കണ്ടത്? കാഗസ് की നൗക അല്ലേ. കാഗസ് की नौക. लौटते समय मौसी ने उन्हें क्या दिया. लौटते समय मौसी ने उसको ढेर सारे खिलौने दिए. ढेर सारे खिलौने दिए. മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? अपने उन खिलौने के चित्र बनाकर रंग भरो जो तुम्हें सबसे अच्छे लगते हैं. 4 സൈഡ് കൊടുത്തിട്ടുണ്ട്. ആ സൈഡില് കളിപ്പാട്ടങ്ങളുടെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും സബ്സെ അച്ഛേ ലഗത്തെ ഹേ ആ പിക്ചറാണ് വരയ്ക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആവോ ലിഖേ ഔർ അന്തർ സമച്ചേ. ഓ കൊടുത്തിട്ടുള്ള വാക്കുകളാണ്. 3 ടൈംസ് എഴുതി പഠിക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വേർഡാണ്. ഏതാണ് ഫസ്റ്റ് വേർഡ് കൊടുത്തിരിക്കുന്ന വേർഡ്സ്? ഫസ്റ്റ് വേർഡ് ഏതാണ്? ഓഖലി, മോർ, ഖർഗോശ്. ഓഖലി, മോർ, ഖർഗോശ്. അത് എഴുതി പഠിക്കണം. നെക്സ്റ്റ് ഔക്കി മാത്രാക്കി ശബ്ദമാണ്. ഔ സേ, ഔരത്, സൗ, ഖിലൗന. 3 കൂടി എഴുതി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അംകി മാത്രാക്കി ശബ്ദ പഠിക്കാം. ലെറ്റ് us wind up the class. Children, bye.